നമസ്കാരം, ഞാൻ സുഹേൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറയുന്ന ഒരു വിഷയം, ഈ സന്ധ്യാസമയങ്ങളിൽ വീട്ടിൽ മന്ത്രം ജപിക്കുന്നതിനെ കുറിച്ച്, നിലവിളക്ക് കത്തിച്ച് മന്ത്രം ജപിക്കുന്നതിനെ കുറിച്ച് ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്, ഒരുപാട് പേര് ചോദിക്കുന്നതാണ്. അപ്പോൾ അതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ മറുപടി പറയുന്നത്. എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായ വാസ്തുപരമായ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് അധികമായും പറയുന്നത്. അതിനോടൊപ്പം ഈ പ്രേതബാധകൾ അത് മനുഷ്യ ജീവിതത്തിൽ ആജീവനാന്തം, അതായത് അങ്ങോളം ഇങ്ങോളം ഉണ്ടാകും. അതിനെക്കുറിച്ച് വിശദമായിട്ട് എങ്ങനെയാണ് പ്രേതം ഉണ്ടാകുന്നതെന്നും എന്താണെന്നും അതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്നും അഥവാ നമ്മളിൽ വന്നുപോയാൽ എങ്ങനെ ഒഴിവാക്കാമെന്നുള്ള അനുഭവ കഥകൾ ഞാൻ ഇതിനകത്ത് ഒരുപാട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ചിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം. അപ്പം ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. സന്ധ്യാസമയങ്ങളിൽ ഹിന്ദുക്കളായിട്ടുള്ള എല്ലാവരുടെയും വീട്ടില് പ്രാർത്ഥന, അതായത് നമ്മൾ ദീപം കത്തിച്ചു വെച്ച് ദൈവത്തിനെ പ്രാർത്ഥിക്കാറുണ്ട്. അത് ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും മുസ്ലിങ്ങളായാലും അവരവരുടെ രീതി അനുസരിച്ച് പ്രത്യേക സമയങ്ങളിൽ അവർ പ്രാർത്ഥന നടത്താറുണ്ട്. അതുപോലെ ഹിന്ദുക്കളും അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ ഹിന്ദുക്കൾക്കാണ് ഇതിനെക്കുറിച്ചുള്ള ഏറ്റവും കൂടുതൽ സംശയങ്ങൾ. ഈ സന്ധ്യാസമയത്തിന് നമ്മൾ ദീപം കത്തിച്ചു വയ്ക്കുമ്പോൾ ചിലപ്പോൾ വീട്ടിൽ പൂജാമുറി ഉണ്ടാകാം, ചിലവർക്ക് അങ്ങനെയല്ല. പ്രത്യേകിച്ച് നമ്മുടെ ഒരു ഹാളിൽ തന്നെ ഒരു ഭാഗത്ത് ഒരു പലക എന്തെങ്കിലും ഇട്ടിട്ട് നമ്മൾ വിളക്ക് കത്തിക്കുന്ന ശീലം ഉണ്ടാകാം, ഇല്ലെങ്കിൽ ഷോക്കേസിൽ കത്തിക്കുന്ന ശീലം ഉണ്ടാകാം. ഇതൊന്നും അല്ലെങ്കിൽ ഉമ്മർപ്പടിയിൽ നമ്മളൊരു തറയിലൊരു പീഠമൊക്കെ വെച്ചിട്ട് വിളക്ക് കത്തിക്കുന്ന ഒരു ശീലം ഉണ്ടാകാം. അങ്ങനെ പല വിധത്തിലാണ് നമ്മൾ ഹിന്ദുക്കൾ വിളക്ക് കത്തിക്കുന്നത്. അപ്പോൾ ഈ ചില ആൾക്കാർ അതിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് മന്ത്രങ്ങൾ ചൊല്ലാറുണ്ട്. അതാണ് ഇന്നത്തെ പ്രധാന സംശയം എന്ന് വെച്ചാൽ, അതിൽ ഏതൊക്കെ മന്ത്രങ്ങൾ ചൊല്ലാം എന്നുള്ളതാണ്. പ്രധാനമായിട്ടും പറയാനുള്ളത്, ഈ രാമനാമങ്ങൾ ജപിക്കുക എന്നുള്ളതല്ലാതെ ഈ സന്ധ്യാദീപത്തിന് മുന്നിലിരുന്ന് നമ്മൾ മറ്റൊരു മന്ത്രം ജപിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചില ആൾക്കാർ വിളിച്ച് ചോദിക്കുന്നുണ്ട്, അവർക്ക് സുദർശന മന്ത്രം, അഘോര മന്ത്രം പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ കാളി അഷ്ടകം പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതായിട്ട് പലരും ചോദിക്കാറുണ്ട്. അതൊക്കെ ചൊല്ലാമോ? പിന്നെ അങ്ങനെ ഇവര് ഒരു 2-3 മണിക്കൂർ സമയം കൊണ്ട് ഇവര് ഈ കണ്ടു പരിചയിച്ചിട്ടുള്ള എല്ലാ മന്ത്രങ്ങളും ഇതിന് മുന്നിലിരുന്ന് ചൊല്ലാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട, മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമല്ല, അതിന് ഒരുപാട് ശക്തിയുള്ളതാണ്. അത് ചൊല്ലുമ്പോൾ പാലിക്കേണ്ടുന്ന ചില അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ അനുസരിച്ചിട്ട് മാത്രമേ നമ്മൾ മന്ത്രങ്ങൾ ചൊല്ലാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ മന്ത്രങ്ങൾ നമുക്ക് തരുന്നത് വിപരീത ഫലങ്ങളാണ്. അതായത് ഒരു ഭദ്രകാളി യുടെ മന്ത്രം നമ്മൾ ചൊല്ലുന്നു, ഒരു ദുർഗാദേവിയുടെ മന്ത്രം, അല്ലെങ്കിൽ ഹനുമാൻ മന്ത്രം, അല്ലെങ്കിൽ നരസിംഹ മന്ത്രം, ഇതൊക്കെയാണ് ആൾക്കാർ അന്വേഷിച്ചു പോകുന്നത്. അതായത് ഈ ശത്രുദോഷങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ഈ മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ അതിന് ആചാര്യൻ പറഞ്ഞു തരുന്ന ചില പ്രത്യേക രീതികളിൽ കൂടി നമ്മൾ ഉടുക്കുന്ന വസ്ത്രത്തിന് പോലും ചില പ്രാധാന്യമുണ്ട്. വിളക്ക് കത്തിച്ചു വയ്ക്കുക, ആ വിളക്കിൽ ആരെയാണ് സങ്കല്പിക്കേണ്ടത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് മാത്രമേ മന്ത്രങ്ങൾ നമ്മൾ ചൊല്ലാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അതിന് ഒരുപാട് തിരിച്ചടികൾ ഉണ്ടാകും. അപ്പോൾ പ്രധാനമായിട്ടും പറയാനുള്ളത്, സന്ധ്യാസമയത്തിന് രാമനാമം അത് സന്ധ്യാസമയത്തിന് ചൊല്ലാൻ വേണ്ടിയിട്ട് മാത്രം നമ്മുടെ ഋഷീശ്വരന്മാർ നമുക്ക് ഉപദേശിച്ച് തന്നിട്ടുള്ളതാണ്. രാമരാമ എന്നുള്ള രാമമന്ത്രം അത് മാത്രം ചൊല്ലുന്നതാണ് ഏറ്റവും ഉത്തമം. അതിനപ്പുറം ഒന്നും നമ്മൾ ഈ സന്ധ്യാദീപത്തിന്റെ മുന്നിലിരുന്ന് ജപിക്കുവാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും നമുക്ക് ജപിക്കണം എന്നുണ്ടെങ്കിൽ അത് ഒരു പുരോഹിതന്റെ നിർദ്ദേശത്തോടു കൂടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ അത് ഇപ്പം നരസിംഹ മന്ത്രം ജപിക്കുമ്പോൾ, അല്ലെങ്കിൽ ഹനുമാൻ മന്ത്രം ജപിക്കുമ്പോൾ, അല്ലെങ്കിൽ ദുർഗാദേവിയുടെയോ ഭദ്രകാളിയുടെയോ ചാമുണ്ടിയുടെ മന്ത്രം ജപിക്കുമ്പോൾ ഒക്കെ ഉള്ള ഒരു രീതി ഉണ്ട്. അത് ആ രീതി മാറ്റിക്കളയാതെ ഒരിക്കലും നിങ്ങളത് ചെയ്യരുത്. അത് നിങ്ങൾക്ക് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കിയുള്ളൂ. ഒരുപാട് പേര് അതങ്ങ് എൻ്റെ അടുത്ത് വന്ന് പ്രശ്നം നോക്കാൻ വരുമ്പോൾ പറയുന്നതാണ്, ഞാൻ സന്ധ്യാസമയം മുതൽ ഒരു 150 മന്ത്രത്തിന്റെ പേര് ഇതെല്ലാം കൂടി ഇരുന്ന് 2-3 മണിക്കൂർ കൊണ്ട് ജപിച്ചിട്ട് പോലും എനിക്കൊരു മുന്നേറ്റം കിട്ടുന്നില്ല എന്ന്. ആരാണ് നിങ്ങളടുത്ത് പറഞ്ഞ മന്ത്രം ജപിച്ചാൽ നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും വരുമെന്ന്? അതായത്
ഇപ്പൊ നമുക്ക് ഈ തലവേദനയ്ക്കുള്ള, വയറുവേദനയ്ക്കുള്ളത്, കാലുവേദനയ്ക്കുള്ളത്, നടുവേദനയ്ക്കുള്ളത്, ഇങ്ങനെ പലവിധ ഗുളികകൾ വീട്ടിൽ, ഇതെല്ലാം കൂടി നമ്മളെടുത്ത് ഒന്നിച്ച് കഴിച്ചിട്ട് നമുക്ക് അസുഖം മാറുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഇപ്പോൾ ഈ സമയത്തിന് ഏത് മന്ത്രമാണ് നമുക്ക് ഉപകരിക്കുന്നത്, അത് എങ്ങനെ ചൊല്ലണം, എത്ര പ്രാവശ്യം ചൊല്ലണം, ഏതൊക്കെ ദിവസങ്ങളിൽ ചൊല്ലണം, അത് ചൊല്ലുമ്പോൾ നമ്മൾ അനുഷ്ഠിക്കേണ്ടുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ചെയ്താൽ മാത്രമേ നമുക്ക് അതിന്റെ ഗുണം കിട്ടൂ. ഒരു ഗുളിക നമ്മൾ കഴിക്കുന്നു, ആഹാരത്തിന് മുമ്പാണോ പിമ്പാണോ എന്ന് വരെ ഡോക്ടർ നമ്മളോട് നിർദ്ദേശം തരും. അതനുസരിച്ചിട്ട് മാത്രമേ നമ്മളിത് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമുക്കത് ഒരുപാട് ദോഷങ്ങളുണ്ട്. അത് ഗുണം കിട്ടില്ല എന്ന് മാത്രമല്ല, അത് ദോഷങ്ങളും ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യന്റെ നിത്യജീവിതത്തിലെ അത്യാവശ്യത്തിന് ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മന്ത്രങ്ങൾ ചൊല്ലുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ മന്ത്രങ്ങൾ സാധാരണ ജനങ്ങൾ ചൊല്ലുമ്പോൾ അത് ആചാര്യന്റെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അത് സന്ധ്യാനാമത്തോട് ഒപ്പമല്ല അത് ജപിക്കേണ്ടതെന്നുള്ളത് കൂടി നിങ്ങളത് മനസ്സിലാക്കണം. മന്ത്രങ്ങൾ ചൊല്ലുന്നത് ഒരുപാട് ശ്രദ്ധയോടുകൂടി ചൊല്ലണം. ഇല്ലെങ്കിൽ അത് തിരിച്ചടിക്കാനുള്ള സാധ്യത വളരെ വലുതാണ്. സന്ധ്യാസമയങ്ങളിൽ നമ്മൾ രാമനാമം ഒരു ദൈവം കത്തിച്ചു വെച്ച് അതിൻ്റെ മുന്നിൽ രാമനാമം ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത്. അതിനപ്പുറം ഒരു ഫലം നമുക്ക് ആരാധനയിൽ നിന്നും, സന്ധ്യാസമയങ്ങളിൽ നമ്മൾ ആരാധന നടത്തുന്നതിൽ നിന്നും കിട്ടില്ല. രാമനാമം മാത്രം നിങ്ങൾ ജപിച്ച് മുന്നോട്ട് പോവുക. മറ്റു മന്ത്രങ്ങൾ എന്തെങ്കിലും ജപിക്കണം എന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, അത് ആവശ്യമുണ്ടെങ്കിൽ എന്നിട്ട് ജ്യോതിഷിയെ കണ്ട് അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിൽ നിന്നും ആ മന്ത്രങ്ങൾ സ്വീകരിച്ച് അത് ചൊല്ലുന്ന വിധത്തിൽ ചൊല്ലിയാൽ മാത്രമേ അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടാകൂ. ഇല്ലെങ്കിൽ വീണ്ടും പറയുന്നു, അത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തിരിച്ചടിയാകും. ഒരു ദിവസം 4-5 മണിക്കൂർ ഞാൻ മന്ത്രങ്ങൾ ചൊല്ലുന്നു, അതിൽ നിന്നും എനിക്ക് രക്ഷ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായ, വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമായ, വാസ്തുപരമായ കാര്യത്തിന്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ ഭൂമിക്കോ നിങ്ങളുടെ വീടിനോ വാസ്തുദോഷമോ ഭൂമിദോഷമോ അതുപോലുള്ള എന്തെങ്കിലും ദോഷങ്ങളുണ്ട്, അത് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത്. വിളിച്ചോളൂ. അതേത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗങ്ങളും ചെയ്തു തരാം. നിങ്ങൾ എന്നെ കാണാൻ നേരിട്ട് വരുന്നു, ഒരുപാട് പേര് വരുന്നുണ്ട്. വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് വരേണ്ടത്. അവിടെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണാം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരിക വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ വരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയും കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.